ഞങ്ങളുടെ പേർവിഷൻ ഏരിയസ് ലീഗൽ ഒപ്പീനിയന് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നതാണ്. പക്ഷെ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ ലഭിച്ചതിന് ശേഷവും അതിൽ തീരുമാനമൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം മീഡിയയ്ക്ക് ഒരു ന്യൂസ് പ്രതികരണം നൽകിയിരുന്നു. ആ പ്രതികരണത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ സമരം ഒഴിവാക്കേണ്ടതായിരുന്നു, അത് ആവശ്യമുള്ള സമരം ആയിരുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല. ആ ഫയലിൽ പിന്നീട് എന്താണ് നടന്നതെന്നോ അല്ലെങ്കിൽ ആ ഫയൽ എത്രത്തോളം ഗൗരവമുള്ളതാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. പുറത്താരെങ്കിലും അറിയാറുണ്ടോ? ഞങ്ങൾ ഇതൊന്നും അറിയിക്കാറില്ല. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ OP-കളും കാഷ്വാലിറ്റികളും വാർഡുകളും സർജറികളും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമസ്കാരം. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ശമ്പള കുടിശ്ശിക അനുവദിക്കണം എന്നതടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടങ്ങിയത് ഇന്നോ ഇന്നലെയുമല്ല, കുറേ നാളുകളായി. ഇതുവരെയും സർക്കാർ ഒരു പരിഹാരവും ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ സമരം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ആരോഗ്യ മേഖലയടക്കം കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം, ജനങ്ങളുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കേണ്ട ഒരു വിഭാഗം സമരത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് ഈ സമരം കേരളത്തിലെ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളത് ഈ സർക്കാരിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളോടും അവിടുത്തെ ഡോക്ടർമാരോടും ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 7 മാസമായി സമരത്തിലാണ്. പലപ്പോഴായി ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയിച്ചിരുന്നു, ഡിസ്കഷൻസ് നടന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പേർവിഷൻ ഏരിയസ് ലീഗൽ ഒപ്പീനിയന് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നതാണ്. പക്ഷെ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ ലഭിച്ചതിന് ശേഷവും അതിൽ തീരുമാനമൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സർക്കാരിന്റെ നിലവിലുള്ള ഒരു പ്രതികരണം എന്താണ്? നിലവിൽ പ്രതികരിക്കുന്നില്ലല്ലോ. ഞങ്ങളെ ചർച്ചയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം മീഡിയയ്ക്ക് ഒരു ന്യൂസ് പ്രതികരണം നൽകിയിരുന്നു. ആ പ്രതികരണത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ സമരം ഒഴിവാക്കേണ്ടതായിരുന്നു, അത് ആവശ്യമുള്ള സമരം ആയിരുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്നില്ല. ആ ഫയലിൽ പിന്നീട് എന്താണ് നടന്നതെന്നോ അല്ലെങ്കിൽ ആ ഫയൽ എത്രത്തോളം ഗൗരവമുള്ളതാണെന്നോ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഒരു നിയമോപദേശം തേടി അതിലൊരു നിയമോപദേശം കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയും ഇതിൽ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്? ഞങ്ങളെ ഡോക്ടർമാരെ എന്തിനാണ് ഈ തെരുവിലേക്ക് ഇറക്കുന്നത്? ഈ കേരളത്തിലെ ജനങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഇതിനൊക്കെയുള്ള ഉത്തരം അവർ തന്നെ പറയട്ടെ, സർക്കാർ തന്നെ പറയട്ടെ. ഒരു വശത്ത് അതായത് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട, ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതും സംരക്ഷിക്കേണ്ടതുമായ ഒരു വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ കണ്ണടച്ചുകൊണ്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിൽ പ്രധാനമായി ഞങ്ങളൊരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതായിരിക്കണം. കാരണം ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജിലും കൂടെ 10,000 ഡോക്ടർമാരെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഈ സ്റ്റുഡൻസ് എല്ലാം മെഡൽസ് ആണ്, അവരെല്ലാ കോളേജസിലും ഉള്ളവരാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുണ്ട്, ബാക്കിയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഉണ്ട്. ഇതെല്ലാം കോളേജുകളുടെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങളെ കൺസിഡർ ചെയ്തില്ലെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങളെ കൺസിഡർ ചെയ്യണമല്ലോ. അവരുടെ ആവശ്യങ്ങളും അവരാണ് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ഞങ്ങളാണ് അവരുടെ ഹെൽത്ത് സർവീസ് പ്രൊവൈഡേഴ്സ് എന്നുള്ളതും ഗവൺമെന്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് കൺസിഡർ ചെയ്യാനായിട്ട് ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് അത് ഗവൺമെന്റ് തന്നെ ആ നിലപാട് വ്യക്തമാക്കേണ്ടതാണ്. ഒരു വശത്ത് OP വിഭാഗം പ്രതിസന്ധിയിലാകുന്നു, മറ്റൊരു വശത്ത് ഡോക്ടർമാരുടെ വിഷയങ്ങളും ഈ ആരോഗ്യ മേഖലയെ ഒരു തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാരണം കൂടിയല്ലേ? നിങ്ങളിപ്പോൾ OP-കൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റാഫ് ഡെഫിഷ്യൻസിയെ കുറിച്ച്. അപ്പോൾ ഇത്രയധികം സ്റ്റാഫ് ഡെഫിഷ്യൻസി ഉള്ള മെഡിക്കൽ കോളേജുകളിൽ എങ്ങനെയാണ് ഈ OP-കളിൽ ഇത്രയധികം 700-800 പേഷ്യൻസിനെ നോക്കിക്കൊണ്ട് നടന്നു പോകുന്നത്? പുറത്താരെങ്കിലും അറിയാറുണ്ടോ? ഞങ്ങൾ ഇതൊന്നും അറിയിക്കാറില്ല. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ OP-കളും കാഷ്വാലിറ്റികളും വാർഡുകളും സർജറികളും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴൊന്നും ഞങ്ങൾ പരാതി പറഞ്ഞു വന്നില്ലല്ലോ. ഇതിപ്പോ ഞങ്ങൾ ചെയ്ത ജോലിയുടെ കൂലിയാണ് ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് തരാൻ പറ്റാത്തത്? അത് തരില്ല എന്ന് പറയുന്നത് തികച്ചും നീതി നിഷേധമാണ്. ഒരു സർക്കാരിന് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല അത്.
കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള സമരത്തിലേക്ക് ഡോക്ടർമാർ ഇനി പോകുമോ? അല്ല, ഞങ്ങൾ ഇന്നു മുതൽ ഇലക്ടീവ് സർജറീസും ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് സമരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ നന്ദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഒരു വശത്ത് OP വിഭാഗം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം, അതേസമയം തന്നെ മറുവശത്ത് ഡോക്ടർമാരും ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുവാൻ നമ്മുടെ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ സമരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സമരമല്ല. എന്നിട്ട് പോലും സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു സമരത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.